മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1927 മദ്രാസ് സമ്മേളനമാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം, ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. ഗവൺമെന്റിന് പോലും ഇത് ലംഘിക്കാൻ പാടുള്ളതല്ല. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ആ വ്യക്തിക്ക് ഏറ്റവും ഉന്നതമായ കോടതിയിൽ പോയി നീതി നേടിയെടുക്കുവാൻ ഉള്ള അവകാശം ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ മൗലിക അവകാശത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് 27 മദ്രാസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷനാരായിരുന്നു MA അൻസാരി ആയിരുന്നു. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു MA അൻസാരിയാണ്. MA അൻസാരി. ഇനി മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? പട്ടേലിനെയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? പട്ടേലാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. അംബേദ്കർ തന്നെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും. ആര് തന്നെയാണ്? നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? പട്ടേലാണ്. പട്ടേൽ. ഇനി മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 31 കറാച്ചി സമ്മേളനമാണ്. 31 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയത്. ആരാണ് ഈ പ്രമേയം എഴുതിയത്? നെഹ്റുവാണ് ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത്. 31 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? അധ്യക്ഷൻ പട്ടേലായിരുന്നു. അധ്യക്ഷനാരായിരുന്നു? പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് 31 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 27 മദ്രാസ് സമ്മേളനം എന്തുമായിട്ട് ബന്ധപ്പെട്ടയാണ്? മൗലിക അവകാശവുമായിട്ട് ബന്ധപ്പെട്ടയാണ്. മൗലിക അവകാശം എന്ന ആശയം എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്? അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത്. ഇനി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാരാണ്? സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാരാണ്? സുപ്രീം കോടതിയാണ്. അതേപോലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്താണ്? റിട്ടുകൾ. അതേപോലെ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്. ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിക്ക് മാത്രമേ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതേപോലെ മൗലികാവകാശങ്ങൾ ഏത് ഭാഗമാണ്? പാർട്ട് 3 ആണ്. വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 3 PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. പാർട്ട് 3 മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 12 to 35 വരെ, 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതേപോലെ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതിനെയാണ് മൗലിക അവകാശങ്ങളെയാണ്. ഇതിനെയാണ് നമ്മൾ മൗലികാവകാശം എന്ന് പറയുന്നത്.